രാവിലെ 5 മണിക്ക് ഞാൻ ഇറങ്ങിയതാണ്. 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിയായപ്പോൾ ഇറങ്ങി. 5 തൊട്ട് 5:30 വരെ എനിക്ക് നടക്കണം. കാരണം ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക്, അതായത് ഹൗറ്റ് ബാനോഫ് എന്ന് പറയും. ഹൗറ്റ് എന്ന് വെച്ചാൽ മെയിൻ. അപ്പോൾ ഇവിടുത്തെ ഹൗറ്റ് ബാനോഫ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ KSRTC ബസ്സില്ലേ, KSRTC സ്റ്റാൻഡില്ലേ, അതുപോലെയാണ്. പിന്നെ ഇവിടുത്തെ ഹൗറ്റ് ബാനോഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനോട് ചേർന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും രണ്ടും കൂടെ കൂടിയതായിരിക്കും ഇവിടുത്തെ ഹൗറ്റ് ബാനോഫുകളെല്ലാം തന്നെ. അത് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ട്രെയിനിന് പോകണമെങ്കിൽ ട്രെയിനിന് പോകാം, ബസ്സിന് പോകണമെങ്കിൽ ബസ്സിന് പോകാം. അപ്പോൾ ഇവിടുത്തെ ബസ്സുകളിൽ നമുക്ക് ഏത് സ്റ്റോപ്പാണ്, അടുത്ത സ്റ്റോപ്പ് ഏതാണ് അങ്ങനെ അനൗൺസ്മെൻറ്റ് കാണും. പിന്നെ ഒരു സ്ക്രീൻ കാണും. സ്ക്രീനിൽ ഇങ്ങനെ എഴുതും, അടുത്ത വരാൻ പോകുന്ന സ്റ്റോപ്പിൻ്റെതാണെന്ന് എഴുതും. അപ്പം എല്ലാ സീറ്റിൻ്റെ അടുത്ത് ഒരു ഹാൻഡിലിൽ ഒരു സ്റ്റോപ്പ് എന്നൊരു ബട്ടൺ കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് എത്താറാകുമ്പോഴത്തേക്ക് അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുമല്ലോ നമ്മുടെ സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവിടെ ആ ബട്ടണിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റോപ്പിൽ ബസ് കൊണ്ട് നിർത്തും. അപ്പം നമ്മൾ എഴുന്നേറ്റ് അവിടെ നമ്മുടെ നാട്ടിലെ പോലെ എഴുന്നേറ്റ് പോയി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ബസ് നിർത്തി കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റോപ്പിലും ഇങ്ങനെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോപ്പിൻ്റെ. പിന്നെ നമ്മൾ ബസ് നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പിൻ്റെ അടുത്ത് പോയി വാതിലിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഡ്രൈവർ എന്തായാലും തുറക്കും. കാരണം ഡ്രൈവറിന് കണ്ണാടിക്കൂടെ കാണാം നമ്മളവിടെ വരുന്നത്. പിന്നെ ക്യാമറയും ഉണ്ട് വണ്ടിയിൽ. പിന്നെ ഡ്രൈവർ തുറന്നില്ല എങ്കിൽ നമുക്ക് ആ ഡോറിൻ്റെ അവിടെ ഒരു സ്റ്റോപ്പ് ബട്ടനുണ്ട്. ഈ ബട്ടൺ കണ്ടോ, ഇത് ബസ് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള ബട്ടനാണ്. പിന്നെ ഡോറിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഡോറ് തുറക്കാനും ഒരു ബട്ടനുണ്ട് കേട്ടോ. ഡ്രൈവർ തുറന്നില്ലെങ്കിൽ നമുക്ക് ആ ബട്ടൺ ഞെക്കണം, അത് ഓട്ടോമാറ്റിക്കലി തുറന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ മറന്നു പോകരുത് ബസ് സ്റ്റോപ്പ് ഞെക്കാൻ. കാരണം ഇവിടുത്തെ ബസ്സിൽ നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും ഒരുപാട് ആൾ കാണത്തില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ 1-2 പേര് അല്ലെങ്കിൽ 3-4-5 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ആരും ഇറങ്ങാൻ കാണത്തില്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ മിക്കവാറും എനിക്ക് കുറേ പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് നമ്മളിങ്ങനെ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് മറന്നു പോകുന്നത്, അത് പുതിയ രാജ്യത്ത് വന്ന സ്റ്റോപ്പ് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് മറക്കരുത് ആ സ്റ്റോപ്പിന് തൊട്ട് മുമ്പ് സ്റ്റോപ്പ്, അതായത് പ്രീവിയസ് സ്റ്റോപ്പ് എപ്പോൾ അനൗൺസ്മെൻറ്റ് കഴിയുന്നോ അപ്പോൾ തന്നെ പ്രസ് ചെയ്തോണം. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉടനെ എത്താറായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് എൻ്റെ സ്റ്റോപ്പ് എത്തിയത് ഞാൻ പ്രസ് ചെയ്തു. വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളത്. അതുകൊണ്ട് അവിടെ ഒരു റെഡ് സിമ്പിൾ കത്തിയുണ്ടോ, വാഗൻ ഹാൾട്ട് എന്ന് വെച്ചാൽ വാഗൻ്റെ സ്റ്റോപ്പാണ്. ഇവിടെ ഉള്ളവരൊക്കെ നല്ല വെളുത്ത് തുടുത്തായിരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ, ഇവർ നന്നായിട്ട് മുഖത്ത് മേക്കപ്പ് ഇടും കേട്ടോ. ഒരുപാട് മേക്കപ്പ് വാരിയിടും. പിന്നെ ആർട്ടിഫിഷ്യൽ കൺപീലി ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് പെമ്പിളാരെല്ലാം ആർട്ടിഫിഷ്യൽ കൺപീലി ഒരുപാട് ഫിക്സ്ഡ് ആയിട്ടൊക്കെ വെക്കും. അതിനുവേണ്ടി ഒരുപാട് യൂറോസ് കളയും, മേക്കപ്പിന് വേണ്ടി യൂറോസ് കളയും. ഹെയറിൽ ഫേഷ്യൽ ഹെയർ കളയാനായിട്ട് മൊത്തം ഫേഷ്യൽ ഹെയർ കളയും. അങ്ങനെ ഇവർക്ക് കിട്ടുന്ന സ്റ്റൈഫിൻ്റെ മൊത്തം ഇവർ ബ്യൂട്ടിക്ക് വേണ്ടി കളയുന്നു. ഓൾറെഡി ഇവരൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മുടെ മലയാളികളാണെങ്കിൽ എനിക്ക് എല്ലാ മലയാളികളും ഒരുപോലെ ആണല്ലോ. ഞാനും എൻ്റെ കൂടെയുള്ള കൂട്ടുകാരും വെറും കച്ചറകളാണ് കേട്ടോ. ഒരു മുഖത്തൊരു ക്രീം പോലും ഇടത്തില്ല. എഴുന്നേറ്റ പാടെ മുടി പേരിന് മുടി ഒന്ന് ചീട്ട് ഇറങ്ങി നടക്കുന്ന ടൈപ്പാണ്. നല്ല സ്പീഡിൽ നടക്കുവാണ്, കാരണം ഞാൻ ലേറ്റാണ്. 6 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. ഇന്ന് ഞാൻ സമയം ഇപ്പോൾ 6:15 ആയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്കും 6:30 പിന്നെ നമ്മൾ വിചാരിക്കും ഇവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ലേറ്റായിട്ട് വന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും ഇവർ. അതുകൊണ്ട് ലേറ്റായിട്ടൊക്കെ പോകാതിരിക്കുക, അതായിരിക്കും നമ്മുടെ നിലനിൽപ്പിന് നല്ലത്. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ബൈ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് ഇവിടെ ഫുഡൊന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് എന്തായാലും ഫുഡ് കൊണ്ടുവരണം. ഇപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ട് എന്ത് കൊണ്ടുപോകാൻ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ബ്രെഡ് കഴിക്കാനാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഞാൻ മടുത്ത്. പിന്നെ എനിക്ക് ആകെ ഇച്ചിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ചോറും കറിയും കഴിക്കുമ്പോഴാണ്. അതെന്തായാലും കൊണ്ടുവരാനും പറ്റത്തില്ലെന്നല്ല, ഇവരെല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചോറും കറിയൊക്കെ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ കറിയുടെയൊക്കെ സ്മെല്ലൊക്കെ ആയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചോറും കറിയും അങ്ങനെ കൊണ്ടുവരാറില്ല. നല്ല വിശപ്പുണ്ട്. പിന്നെ ഞാൻ അവിടെ ഫ്രിഡ്ജിൽ ഇരുന്ന യോഗർട്ട്, ഇവിടെ ഫ്രിഡ്ജിൽ പിന്നെ സ്ഥിരം ഇത് കാണും, അത് തിന്ന്
അത് ഇപ്പോൾ തിന്നിപ്പം ശീലമായി കുഴപ്പമില്ല. അതുകൊണ്ട് യോഗട്ടും കോളയൊക്കെ സ്ഥിരം കാണും. നമ്മളത് എത്രയാണെന്ന് വെച്ചാൽ കഴിക്കുന്നത്. പിന്നെ ഇവരുടെ കയ്യിൽ സുലഭമായിട്ടുള്ളൊരു കാര്യമാണ് വെറൈറ്റീസ് ഓഫ് ബ്രെഡ്. അത് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. പിന്നെ എനിക്കാണെങ്കിൽ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ബ്രേക്ക് ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്, യോഗട്ട് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഊബർഗാബെ വെച്ചാൽ നമ്മൾ അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. നഴ്സിംഗ് ഹോസ്പിറ്റലിൽ വരുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് കേട്ടോ ഊബർഗാബെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഷിഫ്റ്റിൽ. അപ്പം ഇവിടെ ടോട്ടലി 3 ഷിഫ്റ്റുകളാണുള്ളത്. ഫ്രൂദീൻസ്, സ്പേറ്റ്ദീൻസ്റ്റ്, പിന്നെ നാഹ്ദീൻസ്റ്റ്. അപ്പോൾ ഫ്രൂദീൻസ് എന്ന് വെച്ചാൽ ഒരു 6 മണി തൊട്ട് 1 മണി വരെ അല്ലെങ്കിൽ 1:30 വരെ ആയിരിക്കും. സ്പേറ്റ്ദീൻസ്റ്റ് എന്ന് വെച്ചാൽ 1:30 തൊട്ട് ഒരു 8:30 വരെ ആയിരിക്കും. അതിനുശേഷം 8:30 തൊട്ട് രാവിലെ ഒരു 6 മണി വരെ ഉള്ളതാണ് നാഹ്ദീൻസ്റ്റ്. അപ്പോഴത്തേക്കും ഈ ഊബർഗാബ് എന്ന് വെച്ചാൽ രാവിലത്തെ ഡീൻസ്റ്റ് ഉള്ളവർ അടുത്ത ഡീൻസ്റ്റിലോട്ട് ആളുകൾക്ക് ഡേറ്റ കൈമാറുന്ന ഒരു കാര്യമാണ്. ഈ രാവിലെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ പേഷ്യൻറ്റിന് എന്തൊക്കെ കുഴപ്പമാണ്, എന്തെങ്കിലും ഇനി അടുത്ത പേഷ്യൻറ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഓരോ പേഷ്യൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു പരിപാടിക്കാണ് ഊബർഗാബെ എന്ന് പറയുന്നത്. അപ്പോൾ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വരുന്നവരും നഴ്സസും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ് കേട്ടോ അത്, ഊബർഗാബെ. അത് ഞാൻ എഴുതിയിടാം. അങ്ങനെ എനിക്ക് 2 ബസ് കയറി വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഞാനൊരു ബസ് കയറി ഹൗഡ് ബാനഫിൽ വീണ്ടും വന്നു. ഇനി ഹൗഡ് ബാനഫിൽ നിന്ന് വേറൊരു ബസ് കയറിയിട്ടുണ്ട് ഞാൻ താമസിക്കുന്നിടത്തോട്ട് പോകാനായിട്ട്. അപ്പോഴത്തേക്ക് ആ ബസ്സിലോട്ട് കയറുവാണ്. ഡ്രൈവർ പറയാണ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പുള്ളിക്ക് റൗഹന് പോകാനാണ്. റൗഹൻ എന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കും. ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ റൗഹൻ. അതായത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിഗരറ്റ് വലിക്കണം, റൗഹൻ, സ്മോക്കിങ്. നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും ഈ നേഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് ഓടുന്നതാണ് റൗഹന് പോകാനാന്ന് പറഞ്ഞിട്ട്. പുറത്ത് പോയി സിഗരറ്റ് വലിക്കാനാണ് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഇവർ റൗഹൻ സ്ട്രെസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോഴാണ് ഇവർ റൗഹൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇവിടെ എങ്ങനെയാണ് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ആവോ ഇല്ലയോ. നമുക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. 1 വർഷത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. 1 വർഷം കഴിഞ്ഞാലും ഞാനിപ്പോൾ 8 മാസം ആയിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ചില സമയത്തൊന്നും മനസ്സിലാകത്തൊന്നുമില്ല ഇവർ പറയുന്നത്. ഒന്നാമത് ഇവർ നല്ല സ്പീഡിലാണ് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള ജർമ്മൻകാരല്ലാത്തവർ പോലും ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവർ നന്നായിട്ട് ജർമ്മൻ പറയും. നമുക്ക് ഇവരെല്ലാം ഇങ്ങനെ ജർമ്മൻ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു സങ്കടം വരും ഇടയ്ക്ക്. പിന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അങ്ങ് നേഴ്സസ് ആണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട. അവർക്ക് ഈ വാർഡിലോട്ട് ചെല്ലുമ്പോൾ അവരിങ്ങനെ ഭയങ്കര സ്പീഡിലായിരിക്കും പറയുന്നത്. അപ്പം നമുക്ക് നല്ല സങ്കടം വരും. പിന്നെ അതൊന്നും കാര്യമാക്കേണ്ട, നമ്മൾ സർവൈവ് ചെയ്തല്ലേ പറ്റും. ഇവിടെ വന്നവരെല്ലാം അങ്ങനെ തന്നെയല്ലേ, വലിയ അത്ഭുത സിദ്ധിയുള്ളവരൊന്നും അല്ലല്ലോ വന്നത്, പഠിച്ചെടുത്ത് എങ്ങനെയൊക്കെയോ വന്ന്. അപ്പോൾ അത് കാര്യമാക്കേണ്ട. അത് ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടാൻ നമ്മൾ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ പഠിക്കും. അതങ്ങ് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, നാച്ചുറൽ പ്രോസസ്സാണ്, അത് നടക്കും. പിന്നെ ചെയ്തുകൊണ്ട് ഒരു കാഴ്ചയില്ലാത്ത പുള്ളിക്കാരി വടി പിടിച്ചുകൊണ്ട് പോകുന്നത്, ആ പുള്ളിക്കാരി ഞാൻ എല്ലാ ദിവസവും കാണും കേട്ടോ. കാഴ്ചയില്ലാത്തവർ കുറേ പേര് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ്. കാഴ്ചയില്ലെങ്കിലും വടിയൊക്കെ വെച്ചിട്ട് ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. ട്രെയിനിലൊക്കെ നല്ല കൂളായിട്ട് കയറുന്ന കാണാം. ബസ്സിൻ്റെ ഒരു സിഗ്നൽ എത്തിയപ്പോൾ ബസ് നിർത്തിയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ കണ്ട ഇത് വൈഫൈ ഞാൻ തോന്നുന്നു കേട്ടോ. ആ സിമ്പിൾ കണ്ടിട്ട് വൈഫൈയോ അല്ലെങ്കിൽ ലാൻഡ് ഫോണോ എന്തോ ആണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ബോക്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാർ വന്ന് റിപ്പയർ ചെയ്തില്ല, അതെനിക്ക് ഓർമ്മ വന്നത് കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റേഷനിലെത്തി, അതായത് നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തി. ട്യൂർ ഔഫ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ആ ബട്ടണിൻ്റെ മേളിൽ ട്യൂർ ഔഫ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. അതായത് ട്യൂർ എന്ന് വെച്ചാൽ ഡോറ്, ഔഫ് എന്ന് വെച്ചാൽ ഓപ്പൺ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നേഴ്സസ് ആണെങ്കിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഔഫ് എന്ന് വെച്ചാൽ തുറക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ആ ഒരു വേർഡ് നമുക്ക് ഒരുപാട് യൂസ് വരും. അതുകൊണ്ട് അതൊന്ന് മെമ്മറിയിലാക്കി വെച്ചാൽ ഔഫ് എന്ന് വെച്ചാൽ തുറക്കുക. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് എല്ലാ അടിപൊളി പൂക്കളൊക്കെ വെറൈറ്റീസ് ഓഫ് പൂക്കളുണ്ട് കേട്ടോ. ജർമ്മനിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം കണ്ടിട്ടില്ലാത്ത പല വെറൈറ്റി പൂക്കളും കണ്ടു. ഈ സമയത്ത് ഒരുപാട് പൂക്കളുണ്ടായിരുന്നിപ്പോൾ കേട്ടോ. ഇപ്പോൾ പൂക്കളുടെ സീസൺ ഏകദേശം കഴിയാറായി. ഇനിയിപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ സീസണാണ്, ആപ്പിളിൻ്റെ ചെറിയുടെയൊക്കെ സീസണാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെയുള്ളത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച്, ഇത് റെഡ് ആപ്പിൾ, അകത്ത് റെഡ് ഫ്ലഷുള്ള ഒരു ആപ്പിളാണ്. ഇതിൻ്റെ പേര് എന്തോ ഡെവിൾ ആപ്പിളോ
അങ്ങനെ എന്തൊക്കെയോ ഒരു പേരാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് വിളഞ്ഞിട്ടില്ല, ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി, നല്ലതാണ്. പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഗ്രീൻ ആപ്പിൾ. ഈ ഗ്രീൻ ആപ്പിൾ ഞാൻ മാത്രമേ പറിച്ച് കഴിക്കാറുള്ളൂ കേട്ടോ. ഞാനും പിന്നെ നമ്മുടെ മലയാളീസ് ഒരാളും കൂടെ കഴിക്കും, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഉള്ളവരൊന്നും പറിക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും 2-3 എണ്ണമൊക്കെ വീതം പറിച്ച് കഴിക്കും, എനിക്കിഷ്ടമാണ്. നമ്മുടെ പച്ചമാങ്ങയുടെ ഒരു ടേസ്റ്റാണ്. ശരിക്കും പഴുത്തിട്ടില്ല, പച്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് പഴുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമല്ല, പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉപ്പ് തേച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര പുളിയൊന്നും ഇല്ല, എന്നിരുന്നാൽ പോലും ഉപ്പ് തേച്ച് കഴിക്കുമ്പോൾ നാട്ടിൽ നമ്മുടെ പച്ചമാങ്ങയിൽ ഉപ്പ് തേച്ച ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അസൽ മാങ്ങ കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇച്ചിരിയോടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറിക്കത്തില്ല, കാരണം പഴുത്ത് കഴിഞ്ഞാൽ പറിക്കത്തില്ല. ഇത് നമ്മുടെ നാട്ടിൽ ആപ്പിളിൻ്റെ ടെസ്റ്റർ ആയിട്ടില്ല, അതിന് മുമ്പായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും 4 ആപ്പിൾ വെച്ച് ഞാൻ പറിക്കും. ഇന്നത്തെ 4 ആപ്പിൾ പറിച്ചുകൊണ്ട് പോയി, ഇനിയിപ്പോൾ നാളെ 4 ആപ്പിൾ പറിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മൂഡ് വരുമ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.